ബ്രസീൽ വേഴ്സസ് അർജന്റീന വാറാണ്. കൊറേ ഇവര് തുടങ്ങിയിട്ട് ഇന്ന് തീർക്കും അത്. ജപ്പാൻ നമുക്ക് പുല്ല് പുല്ല് കാലൊടിച്ചോണ്ടോ മൂന്നാ കള്ളം കൊണ്ടുപോയത്. ഇത് കള്ളം കൊണ്ടുപോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെല്ലിപ്പാന്റെ പ്രായത്തിലുള്ളവരെ ലൈവില് 2022 കോട്ട് വിരിച്ചിട്ട് സാധനം എടുത്തതാ. ഇവല് അതിന് നിൽക്കുന്ന വേണ്ട. ഇവല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് അന്ധകാലത്ത് ചേപ്പിളി കപ്പ് വെച്ച് 3 കപ്പ് മറ്റേതാ ചാത്ത 3 കള്ളം. ഒന്ന് അവിടുന്ന് കട്ടുപോയി നമ്മളെ ഫെബി അല്ലേ കലോണി വരുന്നുള്ളൂ. മെസ്സി അങ്ങോട്ട് ഗോൾ അടിക്കല് 2 ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോത്തിന് ഇവർക്ക് പല്ലിന്റെ ഇടയിൽ കണ്ട് കയറിയിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുക. അതൊക്കെ കുറെ തുടങ്ങിയിട്ട് ബ്രസീലാരും പോർച്ചുഗലാരും ഫ്രാൻസാരും. പോർച്ചുഗലാരും പിന്നെ ബ്രസീലിന്റെ കളി കാണുമ്പോൾ ചായ പിന്നെ അങ്ങോട്ടാവുമല്ലോ. കുറെ വെല്ലുവിളിക്കും നമ്മളെ. ഇന്ന് ഞങ്ങളെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ വില തീർക്കും. വനക്കെയാണ് അതല്ല. പിന്നെ ഫിഫ മഞ്ചേരി എന്നൊരു പ്ലെയർ വരുന്നുണ്ട്. ചെറുപ്പളശ്ശേരി എന്നൊരു പ്ലെയർ ഇറങ്ങുന്നുണ്ട്. മെസ്സി ആണോ ക്രിസ്ത്യാനോ ആണോ? മെസ്സി. അതെന്തുകൊണ്ടാ? ഇജ്ജനെ കാരണം പറയും. അതെന്തുകൊണ്ടാ? എല്ലാ പ്രാവശ്യം മെസ്സിയാണ് കൊണ്ടുപോവാ. കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് ആരടിച്ചേ അല്ലേ? ഇജ്ജൊക്കെ ജനിച്ചതിന് ശേഷം ഒരു പ്ലെയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കപ്പ് എടുത്തൊരു ഒരു വ്യക്തി പറഞ്ഞ മെസ്സി അല്ലേ? ഈ ബ്രസീലുകാർ 5 സ്റ്റാർ ഉണ്ടായിരുന്നു ഇവർക്ക്. ഇജ്ജ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളെ ചെറുപ്പകാലത്ത് വരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഇപ്പോൾ അതും പിടിച്ച് നടക്കുമല്ലേ ഇവര് പറയുന്നത് ഒരു രാജാവ് എന്നാ. ഞങ്ങളുടെ അങ്ങനെയല്ല. ഞങ്ങളുടെ എല്ലാവരും രാജാക്കന്മാരാണ്. തൊള്ളോണ്ടല്ല ഞങ്ങള് കളി. ഞങ്ങള് കാൽമേലാണ്. സംഭവം ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള കളിയാണ്. ഒരു കൂട്ടം സുഹൃത്തുക്കൾ തമ്മിലുള്ള കളിയാണ്. ആ സൗഹൃദം കൈവിടാതെ കളിക്കുക. കയ്യാങ്കളി ഉണ്ടാവാൻ പാടില്ല. അതിന് ഒരു റഫറി വേണം. ഫിഫ മഞ്ചേരി പ്ലെയർ ഞാൻ അവിടെ പുറത്തുനിന്നിറക്കിയാട്ടോ. ഫിഫ മഞ്ചേരി ഫോം ഔട്ട് ഔട്ട് ചെക്ക ഫോം ഔട്ടാണ്. ചാനലത്തിന്റെ ഒരു ഗോൾ ഉണ്ട്. മാർട്ടിനസിനെ എടുക്കുന്നുണ്ടോ? മാർട്ടിനസേ ആ ഗ്ലൗസ് കാണിച്ചെടുത്താ. ഗ്ലൗസ് കാണിച്ചെടുക്ക്. ഇപ്പൊ കാണിക്കണം. ജനിന്റെ ഗോളിനെ താത്താൻ നിൽക്കണുണ്ടോ ആരും മക്കളെ? യുദ്ധം തുടങ്ങാനിപ്പോ വളരെ കുറച്ച് സമയമുള്ളൂ. അർജന്റീനയുടെ കളി പോരാന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രസീൽ അടിപൊളി കളി. മെസ്സി തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ഫെബിന ഒന്നും ഇന്നു പെർഫെക്റ്റ്. എംസിക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? സംഭവം കളിയാകുമ്പോൾ ജയം തോൽവിയൊക്കെ അനിവാര്യമാണ്. രണ്ടര പോലെ അടിച്ചു നിൽക്കുകയാണ്. ഒന്നിന് ഞങ്ങൾ 2-1 കളി കറക്കിപ്പോ. പരിമിതികളുണ്ട്. കുറേ കാലത്തിന് ശേഷം കളിക്കുകയാണ് എല്ലാവരും. പക്ഷെ അർജന്റീന ബ്രസീൽ നമ്മളെ കൂട്ടത്തിൽ തന്നെ വാറാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പരിചയവും ആളുമായിട്ട് ടീം ഇറങ്ങിയിട്ടുണ്ട്. ഈ കട്ടിങ് ഒക്കെ കളി കഴിയുമ്പോ നോക്കേണ്ടി 10-2 ആവും. 10-2. ഇപ്പൊ 3-1 അല്ലേ? 10-2 ആവും. നമ്മൾ ആദ്യത്തെ ഓലമാര് ഡയലോഗ് അടിക്കില്ല. നോ ഡയലോഗ് ഓൺലി പ്ലാൻ. ഓക്കെ 5 സ്റ്റാർ എന്താ അറിയോ? ഇന്നത്തെ 5 ഗോളുകളാണ്. 3 ഞാൻ അപ്പൻ്റെ തന്ത്രങ്ങൾ മെനയുന്ന എംസി. ബൂട്ടില്ലാത്ത ചെക്കിന് തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുന്ന എംസി.
Alelu Brazil. അത് വെറും തോന്നലാണ്, വെറും തോന്നൽ. കുയ്യല്ലട്ടത്. അടുത്ത ടച്ച് തുടങ്ങി. യാഗം സഹിച്ചിറങ്ങിയത് ബൂട്ടില്ലാണ്ടേ. ഇന്ത്യക്ക് 1950-ലെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് അറിയോ? മെസ്സിയെ പരാമർശിച്ച് നടക്കുന്നവർക്ക് ഞങ്ങൾ ഇറങ്ങിയതാ കേരളത്തിൽ മെസ്സിക്ക് വേണ്ടിയിട്ട്. അല്ലല്ല
ജയിച്ചു 10-4. എനിക്കതല്ല കേട്ടോ ഇതിന്റെ വാങ്ങിയതാ 850 റുപ്യക്ക് വാങ്ങിയ കാലിലുള്ള തീയാണ് ഇത്. നിങ്ങൾ ഇങ്ങനെ കളിയാക്കി ശരി, ജയിച്ചു 10-5 കളി ജയിച്ചു. തോൽവി ഞങ്ങൾ മെസ്സിക്ക് വേണ്ടിട്ട് ഇറങ്ങിയതാ. കളി തുടങ്ങുന്നതിന് ഇതെന്നെ വെച്ചാൽ ഞങ്ങൾ റിസൾട്ട് കാണിച്ചു കൊടുത്തു. അതേമാതിരി ജപ്പാനും ബ്രസീലുള്ള കളി റിസൾട്ട് കാണാവുന്നതാണ് നാളെ 10:30 മണിക്ക്. പിന്നെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അർജന്റീന വേഴ്സസ് ബ്രസീൽ വാർ അവസാനിച്ചു. അർജന്റീന തോറ്റിട്ടുണ്ട്. ഇത് ഇനി ക്വാർട്ടറിലോ സെമിയിലോ അത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് റിയൽ മാച്ചിൽ കാണാം. മെസ്സി വേഴ്സസ് നെയ്മർ.